മരത്തിൻ്റെ കറയാണ് മാത്രമല്ലേ കായ എന്ന് പറയുന്നത്. ഇതും പിന്നെ വീറ്റ് ഫ്ലവർ, ഓയില്, പിന്നെ വേറെ സാമന്തി, അങ്ങനെ 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈ കായപ്പൊടി യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ പിന്നിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യൻസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറഞ്ഞു. ആദ്യം ഇന്ത്യൻസുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ നിന്നുള്ള ലോണ് മേടിച്ചു കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇതിന് ഒരു മരത്തിൻ്റെ കറയാണെന്നാണ് എല്ലാവരുടെയും അറിവ്. പലരും ഞാൻ ഈ സൈഡിൽ പോകുമ്പോഴും ചോദിച്ചിട്ടുണ്ട്, മരത്തിൻ്റെ കറയാണ് മാത്രമല്ലേ കായ എന്ന് പറയുന്നതെന്ന്. പക്ഷേ അല്ല, അതിൻ്റെ കൂടെ ഒരു 3-4 ഇൻഗ്രീഡിയൻസ്, സാമന്തി, അങ്ങനെ കുറേ പറയുന്ന കുറേ ഇൻഗ്രീഡിയൻസ്, വീറ്റ് ഫ്ലവർ, ഓയില്, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഈ മെഷീനിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ പൊടിച്ചിട്ടാണ് ഞങ്ങളിത് പാക്ക് ചെയ്ത് കായമാക്കുന്നത്. പിന്നെ കട്ടക്കായും ഉണ്ട്, അത് ഈ മെഷീനിൽ പൊടിച്ചിട്ട് പിന്നെ അതിനെ ചൂടുവെള്ളം ഒഴിച്ച് അതിനെ മിക്സ് ചെയ്ത് വേണം അത് കായമാക്കി എടുക്കാൻ. കട്ടക്കായ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. സത്യത്തിൽ ഈ പൊടി തന്നെയാണ്, പക്ഷെ അത് കുഴച്ച് കുറച്ച് ഉണക്കി എടുക്കുമ്പോഴാണ് ആ കട്ടക്കായ ഉണ്ടാകുന്നത്. ഇതാണ് മരത്തിൽ നിന്ന് കിട്ടുന്ന കറ. ഇതും പിന്നെ വീറ്റ് ഫ്ലവർ, ഓയില്, പിന്നെ വേറെ സാമന്തി, അങ്ങനെ 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മെഷീനിലാണ് ഞങ്ങൾ പൊടിച്ചെടുക്കുന്നതാണ് ഈ കായം. ഈ കായത്തിനെ പിന്നെ വേറെ കുഴച്ചെടുത്താണ് ഞങ്ങൾ കട്ടക്കായമാക്കി എടുക്കുന്നത്. കട്ടക്കായ എങ്ങനെയാണ് ചെയ്യുന്നത്? കട്ടക്കായം ഇതുപോലെ ഇതെല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ബാക്കി വെള്ളം തിളപ്പിച്ച് അതിലിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് ഞങ്ങൾ ഫാനിൻ്റെ കീഴിലിട്ട് 6 മണിക്കൂർ ഇട്ട് ഉണക്കിയാണ് കായമാക്കി എടുക്കുന്നത്. കട്ടക്കായം. എനിക്ക് ആദ്യം എന്നെ ഈ പഞ്ചായത്തിലോട്ട് വിളിച്ചുകൊണ്ട് പോയ മണി മെമ്പറാണ്. പിന്നെ അവിടെ നിന്ന് പഞ്ചായത്തിൽ വ്യവസായ വകുപ്പിൻ്റെ ഒരു ഇന്ത്യൻ അവിടെ ഉണ്ട്, ഷംന എന്ന് പറയുന്ന ആ കുട്ടിയാണ് എന്നെ ഒരുപാട് ഇതിൽ സഹായിച്ച് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും എല്ലാം തയ്യാറാക്കുന്നതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും, പ്രസിഡൻറ്റ്, സെക്രട്ടറി, പിന്നെ ചെയർപേഴ്സൺ, മെമ്പർമാർ, അങ്ങനെ ഒരുപാട് പേര് എല്ലാവരും കൂടെ വന്നാണ് എനിക്ക് ഇവിടെ CDSൻ്റെ അംഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ കായപ്പൊടി യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ പിന്നിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യൻസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറഞ്ഞു. ആദ്യം ഇന്ത്യൻസുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ നിന്നുള്ള ലോണ് മേടിച്ചു കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ അതുകൂടാതെ തന്നെ ഈ CFൻ്റെ ലോൺ, നമ്മളെ കുടുംബശ്രീയുടെ CFൻ്റെ ലോൺ കൊടുത്ത് സഹായിച്ചു. പിന്നെ ഈ സംരംഭങ്ങൾ ME യൂണിറ്റിൽ ഏത് പ്രോഗ്രാം, മാസച്ചന്ത, ആഴ്ചച്ചന്ത, ക്രിസ്മസ്, എല്ലാ ഫെസ്റ്റിവൽസിനും തുടങ്ങുന്ന ചന്തകളിൽ ഇത് കൊണ്ടുവന്ന് മാർക്കറ്റിംഗ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി കൊടുക്കും. ഇത് വിറ്റ് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ ഇത് ബൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു പകച്ചു നിൽക്കണ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇത് എന്ത് ചെയ്യണമെന്ന്. അപ്പോഴും ഞാൻ ചെയ്ത ഒരു വേലയെന്ന് പറഞ്ഞാൽ ആശ്രയ കിറ്റിൽ അതങ്ങനെ ചെയ്തുകൂടാ എങ്കിലും ആശ്രയ കിറ്റ് വഴി 250 കിറ്റ് കൊടുത്തതിൽ നമ്മുടെ ഈ കായപ്പൊടി ചെയ്തു പോയല്ലോ സംരക്ഷിക്കണമെന്നുള്ള രീതിയിൽ ആ കായപ്പൊടി മേടിച്ച് ആ കിറ്റിലിട്ട് കൊടുത്തു. അതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു, നിയമ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിലും നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടി. പിന്നെ CDSൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഇപ്പോഴും നമ്മൾ പറയും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് വഴി RF റിവോൾവിംഗ് ഫണ്ട്, അതായത് അയൽക്കൂട്ടങ്ങൾ സംരംഭങ്ങൾ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതാണത്. അതുകൂടി ഈ യൂണിറ്റിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള ഞാൻ ആപ്ലിക്കേഷൻ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉടനെ കൊണ്ടുവച്ച് അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കും.